Yes, who is doing prayer? ഞാനാണ് സർ. Okay, പറഞ്ഞോളൂ. होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन. हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन. हम चलेंगे साथ साथ, डाल हाथों में हाथ, हम चलेंगे साथ साथ एक दिन. हो मन में है विश्वास, पूरा है विश्वास, हम चलेंगे साथ साथ एक दिन. होंगी शांति चारों ओर, होंगी शांति चारों ओर, होंगी शांति चारों ओर एक दिन. हो मन में है विश्वास, पूरा है विश्वास, होंगी शांति चारों ओर एक दिन. नहीं डर किसी का आज, नहीं डर किसी का आज, नहीं डर किसी का आज का दिन. हो मन में है विश्वास, पूरा है विश्वास, नहीं डर किसी का आज का दिन. होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन. हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन. താങ്ക് യു സർ. Yes, oh, ഹിന്ദിയൊക്കെ ഉള്ള സർവിത. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചെടുത്തു? സർ അത് മുമ്പ് ഇത് സ്കൂളിലെല്ലാം പാടിയത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗ്രൂപ്പ് സോങ്. വെരി ഗുഡ്, വെരി ഗുഡ്. ടിവിയില് മുമ്പ് ഇടക്കിടക്ക് ഉണ്ടാവുന്ന പാട്ട് കേൾക്കില്ലായിരുന്നു? ആ യെസ് സർ. ആ വെരി ഗുഡ്, വെരി ഗുഡ്. അത് എന്റെ മോന് കേവിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ ഫുള്ള് ഹിന്ദിയാണ് പ്രെയർ സോങ് ഒക്കെ. ഓ യെസ്. ബുക്സിലെല്ലാം ഉള്ളത്, ഡയറിയിലെല്ലാം. അതുകൊണ്ട് യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല സൗണ്ട് ആണ്. വെരി ഗുഡ്. താങ്ക് യു. യെസ്. അതെ, തോട്ട് ഓഫ് ദി ഡേ. സർ, പറഞ്ഞോളൂ ജീമോളെ. Life is like riding a bicycle. To keep your balance, you must keep moving. Albert Einstein. Yes. Very good, very good, very good. We must always moving. അല്ലേ? ഓടാൻ പറ്റുമെങ്കിൽ ഓടുക, പറ്റില്ല എങ്കിൽ നടക്കുക, നടക്കാനും പറ്റില്ല എങ്കിൽ ഇഴയുക, പക്ഷെ എല്ലാം മുന്നോട്ടായിരിക്കുക. ഒരു പഴഞ്ചൊല്ലും കൂടി ഉണ്ട്. അത് കറക്റ്റാണ് ജീവനൊക്കെ പറഞ്ഞത്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ജീവനോളെ. ദെൻ സൈനിങ് ഓൺ. യെസ്, അപ്പൊ അതില്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രിപ്പോസിഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു.
ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു സംഗതിയാണ്. പ്രൊപ്പോസിഷൻ തന്നെ വേറൊരു സംഗതി. നമ്മൾ പറയാറില്ലേ ചക്കിക്കൊത്ത് ശങ്കരൻ, ചക്കിയുണ്ടോ കൂടെ ആരുണ്ടാവും, ശങ്കരൻ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ചില വാക്കുകളുടെ കൂടെ ചില പ്രൊപ്പോസിഷൻ മാത്രമേ വരൂ, അത് മാറി വരില്ല. ഇപ്പൊ ജൂനിയർ സാറുടെ വോയിസ് കേൾക്കുന്നില്ല. ഇനി എനിക്ക് മാത്രമാണോ പ്രശ്നം, അവിടെയുള്ള എല്ലാവർക്കും പ്രശ്നമുണ്ടോ? വേറെ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ കേൾക്കാമോ? കേൾക്കാം സർ. അപ്പൊ ഒന്നുകൂടി മ്യൂട്ട് ആക്കിയിട്ട് ഓൺ ആക്കി നോക്കിയോളെ. ഒന്നുകൂടി ഒന്ന് ഓഫ് ചെയ്തിട്ട് രണ്ടാമത് നോക്കി അവർക്ക് കേൾക്കാം. യെസ്, ഓക്കെ. അപ്പോ ചില വാക്കുകളുടെ കൂടെ ചില പ്രിപ്പോസിഷൻ മാത്രമേ വരൂ, അത് മാറി വരില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. യെസ്, അപ്പോ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നിർമ്മിത, ഐശ്വര്യമായിട്ട് നിർമ്മിത, ഓക്കെ, ഞാൻ അതൊന്ന് വായിക്കണം. ഞാൻ തുടങ്ങി വെക്കാം. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് നൗൺസ് വിച്ച് യൂഷ്വലി ഓർ ഓഫൺ ഹാവ് ടു. അല്ല, ഇനി പറയാൻ പോകുന്ന വേർഡ്, ആ വെർബിന്റെ കൂടെ എപ്പോഴും ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉണ്ടാവും. ഓൾവേസ് ടു ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ടു വരുന്ന കുറച്ച് വേർഡുകളെയാണ് വെർബിനെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ എപ്പോഴും ടു ഉണ്ടാവും. അപ്പൊ വായിക്കുമ്പോൾ എപ്പോഴും ആ വേർഡിന്റെ കൂടെ ടു എന്നും കൂടി ചേർത്ത് വായിക്കും. ആക്സസ് ടു എന്ന് വായിക്കാം. ടു കേട്ടോ, ആ ടു കൂടി ചേർത്തിട്ട് പറയാം. വായിച്ചോളൂ. access to, addiction to, adherence to, allegiance to, allegor to, alternative to, aversion to. യെസ്. അപ്പൊ ഇതിന്റെ അകത്ത് അർത്ഥം അറിയാൻ പാടാത്ത വല്ല വാക്കുണ്ടോ? And third one, adherence, അത് ആശ്രയിക്കാണ്. ഡിപ്പെൻഡ്, ആശ്രയിക്കാൻ, ഡിപ്പെൻഡൻസ് എന്നാണ്. ഫിഫ്ത് വൺ അലർജി അല്ലേ? yes sir. അല്ല, അതിനേക്കാൾ മുമ്പ് അലർജി ടു. ഏറ്റവും ലാസ്റ്റത്തെ ആൾട്ടർനേറ്റീവ് ആണ്. അത് ഒന്നിട്ട് അലർജിയുടെ മുകളിലുള്ളതിന് വിധേയത്വം, കീഴടങ്ങുക, വിധേയമായിരിക്കുക എന്നാണ്. ഓക്കെ നിർമ്മിത, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ആൻസി അടുത്ത അവേർഷൻ തുടങ്ങി താഴേക്ക് വായിച്ചു. Aversion to, attachment to, contribution to, damage to, devotion to, disloyalty. ഡിസ്ലോയൽറ്റി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഡിസ്ലോയൽറ്റി ആണ് കേട്ടോ. യെസ്, ലോയൽറ്റി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ലോയൽറ്റി. ഇനി അതിൻ്റെ അകത്ത് അറിയാൻ പാടില്ലാത്ത വേർഡ് ഏതാണ്? മീനിങ് അറിയാൻ പാടില്ലാത്ത വേർഡ് അവേർഷൻ എന്ന് പറഞ്ഞാൽ വെറുപ്പ്, വിദ്വേഷം എന്നൊക്കെ പറയുന്നത്. അറ്റാച്ച്മെന്റ് യോജിപ്പ്, കോൺട്രിബ്യൂഷൻ സംഭാവന, ഡാമേജ് ഡാമേജ്, ഡിവോഷൻ ആരാധന, ലോയൽറ്റി വിശ്വസ്തന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ലോയൽറ്റി. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജയ്മോളെ Yes sir. പ്രിഫേസ് തുടങ്ങി താഴേക്ക് വായിക്കും. Preference to, reference to, relevance to, reply to, resistance to, return to. അല്ലെ? അതിനകത്ത് അറിയാൻ പാടില്ലാത്ത Relevance. പ്രസക്തി, പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കേട്ടോ. Okay. ഓക്കെ 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 ഓക്കെ. യെസ്. ഇനി സബിത, Yes, sir. വായിച്ചോ. Answer to, antidote to, approach to. അപ്രോച്ച് ടു. മൂന്നാളെ വായിച്ചോളൂ. അത് വായിച്ചു, കുറച്ചല്ലേ ഉള്ളൂ. Exception to, immune to, introduction to. Solution to, treat to, witness to. വിറ്റ്നസ് ടു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാല് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്താ പറയാറ്? ആൻസർ കഴിഞ്ഞാൽ എന്താണ്? ടു വരും. ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ അല്ല, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ.
ആന്റിഡോട്ട് എന്ന് പറഞ്ഞാല് പ്രതിവിധി എന്നാണ്, പ്രതിവിധി കേട്ടോ. ദെൻ അപ്രോച്ച് അടുത്തടുത്ത് വരിക. എക്സെപ്ഷൻ ഒഴികെ, എക്സെപ്റ്റ് എന്ന് പറയാം, എക്സെപ്ഷൻ ടു. ദെൻ ഇമ്മ്യൂൺ അക്യൂർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, രോഗപ്രതിരോധം എന്നുള്ള അർത്ഥത്തിലാണ് ഇമ്മ്യൂൺ. ഇൻട്രൊഡക്ഷൻ പരിചയപ്പെടുത്തുക. യെസ്, ഇൻട്രൊഡക്ഷൻ ടു. സൊല്യൂഷൻ പരിഹാരം, സൊല്യൂഷൻ ടു. ത്രെഡ് ഭീഷണി, ത്രെഡ് ടു. വിറ്റ്നസ് സാക്ഷ്യം, വിറ്റ്നസ് ടു. യെസ്, ഓക്കെ. യെസ്, സബിത അല്ലേ വായിച്ചത്? ഇനി അടുത്തത് ശ്രുതി എം വി. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. അത് വായിച്ചേ. Here is a list of nouns which usually or often have a for after them. ഓക്കെ. അപ്പൊ നേരത്തെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ടു ആണ്. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? ഫോർ ആണ്. അപ്പൊ ഇനിയുള്ള ഈ പറയുന്ന വേർഡിന്റെ കൂടെ വരുന്നത് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ്. യൂഷ്വലി ഓർ ഓഫൺ, പലപ്പോഴും ഈ വരുന്ന പ്രിപ്പോസിഷൻ ഫോർ ആയിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും കൂടെ ഫോർ കൂടി ചേർത്ത് പറയണം. യെസ്, പറഞ്ഞോളൂ. Administration for appetite, for aptitude for substitute for bid for care, no tension. Craving for, care for, credit for, cure for, demand for. Okay, yes. അപ്പൊ നമുക്ക് നോക്കാം. Admiration, appetite, aptitude, substitute, bid, craving, credit, cure, demand. Admiration അറിയാലോ, ആരാധന. appetite വിശപ്പ് എന്നൊക്കെ പറയില്ലേ. അടുത്തത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ അതിൻ്റെ അത് കാണാം. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഒരു ഹെഡിങ് ആണ്, അതിന്റെ കീഴിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം സാമർഥ്യം, കഴിവ് വേണം. ഇനി അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട്. അത് നിങ്ങൾ വല്ല ഗെയിംസിനൊക്കെ ഇറങ്ങുമ്പോൾ ഒരാൾക്ക് പരിക്ക് പറ്റിയ ആളെ മാറ്റിയിട്ട് പകരം ഒരാളാണ്, അതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പൊ അതിന്റെ വെർബാണ് സബ്സ്റ്റിറ്റ്യൂട്ട്, പകരം. യെസ്. ബിഡ് എന്ന് പറഞ്ഞാല് ലേഖനം നടത്തുന്നുണ്ട്, പേരർത്ഥമുണ്ട്, യാത്ര പറയുക എന്നർത്ഥമുണ്ട്. യെസ്. ട്രാവൽ എന്ന് പറഞ്ഞാല് ആശ, ഡിസയർ, ആഗ്രഹം. ക്രെഡിറ്റ് നമുക്കറിയാം, ക്രെഡിറ്റ് കേട്ടോ. ക്രെഡിറ്റ് പറഞ്ഞാല് ചേർക്കുക, ഉൾപ്പെടുത്തുക. യെസ്. ക്യൂർ സുഖപ്പെടുത്തുക. ഡിമാൻഡ് ഫോർ ആവശ്യം, യെസ്. ഓക്കെ. ആർസു അടുത്ത വായിക്കും. വായിക്കട്ടെ സാറേ. ഡിസയർ ഫോർ, ഡിസ്ലൈക്ക് ഫോർ, ഹങ്കർ ഫോർ, ലവ് ഫോർ, നീഡ് ഫോർ, പ്രൊവിഷൻ ഫോർ, ക്വസ്റ്റ് ഫോർ, റെസിപ്പി ഫോർ, റിഗാർഡ് ഫോർ. വെരി ഗുഡ്. അപ്പൊ ഇത് നോക്കിയേ. ഐ ഹാവ് എ ഡിസയർ ഫോർ ചിക്കൻ ബിരിയാണി. അപ്പൊ ചിക്കൻ ബിരിയാണിക്കുള്ള ഐ ഹാവ് ഡിസയർ ടു എന്നല്ല, ഡിസയർ ഫോർ. ഡിസൈറിന്റെ കൂടെ എന്താ വരുള്ളൂ? ഫോർ ആ വരുള്ളൂ. യെസ്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഓരോ വാക്കുകളുടെയും മീനിങ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫോർ വേണ്ടി, പിന്നെ അത് കൂടാതെ ഫോർ എന്ന് പറഞ്ഞ ഉപയോഗം വേറെ എപ്പോഴാണ് വരുന്നത് കാര്യം നമ്മൾ വേറെ നോക്കിയിട്ടുണ്ട്. ഒരു പീരീഡ് ഓഫ് ടൈം വരുമ്പോൾ ഫോർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. ഫോർ എന്ന് പറയുന്ന വേർഡിന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ബിക്കോസ് എന്നർത്ഥം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയ ഡിസയർ ആഗ്രഹം, ഡിസ്ലൈക്ക് ലൈക്ക് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ്. ലൈക്ക് ഇഷ്ടപ്പെടുക, അപ്പൊ ഡിസ്ലൈക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. ഹങ്കർ വിശക്കുന്ന, ലവ് അറിയാവുന്ന വാക്കാണ്. നീഡ് ആവശ്യം. യെസ്. പ്രൊവിഷൻ ആഹാരം, ഭക്ഷണം എന്നാണ്.
നമ്മളിപ്പോ ചില സ്റ്റോറൊക്കെ നടത്തില്ല, പല സാധനങ്ങളൊക്കെ വിൽക്കുന്നു. അപ്പൊ അത് നമ്മൾ പ്രൊവിഷണൽ സ്റ്റോർ എന്ന് പറയുന്നത്. പ്രൊവിഷണൽ സ്റ്റോർ. യെസ്. അടുത്തത് ക്വസ്റ്റ്. ക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്വേഷണം, സെർച്ച്, അന്വേഷണം. റെസിപ്പി. റെസിപ്പി നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ്. ചില പാചകവിധികളിലൊക്കെ റെസിപ്പി ഫോർ ബിരിയാണി, റെസിപ്പി ഫോർ കട്ട്ലേറ്റ്, അങ്ങനെ നമുക്ക് പറയാം. റെസിപ്പി ഫോർ. റെസിപ്പി അടുത്തുനിന്നാണ് പാചകച്ചാർത്ത്. പാചകച്ചാർത്ത്. അടുത്തത് റിഗാർഡ്. റിഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിഗണിക്കുക. റിഗാർഡ് ഫോർ. യെസ്. അടുത്തത് ജിൻസി. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. റെമഡി തുടങ്ങി താഴേക്ക് പോകുന്നുണ്ട് ജിൻസി. Remedy for, respect for, responsibility for, room for, search for, sympathy for, synonym for, taste for, tasty for. ടെസ്റ്റ് ഫോർ. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. റെമഡി അറിയാല, പരിഹാരം. റെസ്പെക്ട്, ബഹുമാനം. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. റൂം, ഇത് ഈ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ടൂർ പോവുകയാണെങ്കിൽ ലോഡ്ജിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടാവും റൂം ഫോർ റെന്റ്, വാടകയ്ക്ക് റൂം അല്ലെ. റൂം ഫോർ റെന്റ്, റൂം ടു റെന്റ് അല്ല, റൂം ഫോർ. സെർച്ച്, അന്വേഷിക്കുക. സിമ്പതി. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഹതാപം. സിനോനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പര്യായം. യെസ്. ടേസ്റ്റ് അറിയാം, രുചി. ടേസ്റ്റ്, ദാഹം. യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. യെസ്. ആരതി. Yes, sir. ഹിയർ ഈസ് എ ലിസ്റ്റ് എന്ന് വായിക്കാം. Here is a list of noun which usually of often have on after them. ഓക്കെ. അവള് ഒരു വേർഡ്, ആ ഓൺ എന്ന് പറഞ്ഞ വേർഡില്ലേ, അതൊന്നും ബോൾഡ് ആക്കിയിട്ടില്ല. നിങ്ങൾ ബോൾഡ് ആണെന്ന് വിചാരിക്കുക. ഓൺ സിമ്പിൾ ആയിട്ട് ചേർക്കും. ഓൺ ചേർക്കും. നമ്മൾ ആദ്യം ടു ചേർത്തും. ഓൺ എന്നുള്ളത് ആണ് ചേർക്കേണ്ടത് എല്ലാത്തിനും കൂടെ. യെസ്. അപ്പൊ ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ ആദ്യം ടു ചേർത്തും, ഫോർ ചേർത്തും. ഇപ്പൊ അടുത്ത് പറയുന്നതാണ് ഓണാണ്. യെസ്, പറഞ്ഞോളൂ. Assault on, attack on, ban on, claim on, comment on. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ അസാൾട്ട് എന്ന് പറഞ്ഞാൽ ആക്രമണം, അറ്റാക്ക് തന്നെയാണ് അർത്ഥം. അറ്റാക്ക്. പിന്നെ അറ്റാക്ക് ഓൺ. ബാൻ. ബാൻ എന്ന് പറഞ്ഞാല് ഇല്ലാതാക്കുക, നിയന്ത്രിക്കുക, അതൊക്കെയാണ് ബാൻ ചെയ്യാന്ന് പറയുന്നത്. സംഗതി ബാൻ ചെയ്ത് ഒഴിവാക്കി. യെസ്. ക്ലെയിം. ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവകാശം. ക്ലെയിം ഓൺ. കമന്റ്. കമന്റ് എന്നുള്ളത് കമന്റ് ആണ്, അഭിപ്രായം. കമന്റ് ഓൺ. യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ പ്രവീണ രാജ് അടുത്തത്. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. Concentration on, curb on, dependence on, effect on, hold on. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല് കോൺസെൻട്രേഷൻ മലയാളം പറയും സൂക്ഷ്മത അല്ലെങ്കിൽ ശ്രദ്ധ. ഓക്കെ ഓക്കെ. കറക്റ്റ് കറക്റ്റ്. കർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടിഞ്ഞാൺ, നിയന്ത്രണം. ഡിപ്പെൻഡൻസ്, ആശ്രയിക്കുക. ഡിപ്പെൻഡൻസ് ഓൺ. ഇഫക്റ്റ്, ഫലം. അഫക്റ്റ് ആണെങ്കിൽ ബാധിക്കുക, ഇഫക്റ്റ് റിസൾട്ട് എന്നാണ്. ഹോൾഡ്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ ക്യാച്ച്, പിടിക്കുക, നടത്തുക എന്നൊക്കെ അർത്ഥം. ഹോൾഡ് ഓൺ. യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ ജിഷ വിമോദ്. Sir, good morning, sir. യെസ്, വെരി ഗുഡ് മോർണിംഗ്. Insistence on, reflection on, reliance on, restriction on, tax on. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇൻസിസ്റ്റൻസ്. ഇൻസിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്പലം, നിർബന്ധിക്കുക. റിഫ്ലക്ഷൻ, നമുക്കറിയാം. റിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് കേട്ടിട്ടില്ലേ? റിഫ്ലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലിക്കുക. യെസ്. അടുത്തത് റിലയൻസ്. റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വാസം.
റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ ഇല്ലേ, വിശ്വാസം. റെസ്ട്രിക്ഷൻ നിയന്ത്രണം. ടാക്സ് ടാക്സിന് നികുതി. യെസ്, ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മുകളിലുള്ള ടാക്സ്. ടാക്സ് ഓൺ എന്ന് പറയും, ടാക്സ് ഓൺ. യെസ്. യെസ്. ഇനി ധന്യാഭിമോദ്. Sir, good morning. യെസ്, ഗുഡ് മോർണിംഗ്. വായിച്ചോളൂ ധന്യ. വായിച്ചോളൂ. Here is a list of nouns with which usually for often have with after them. ഇനി പറയുന്നതിന്റെ കൂടെ എന്താ വരിക? With. Yes. Okay. Affinity with, culsion with, connection with, contrast with, correspondence with, date with. Very good. Affinity എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യോജിപ്പ്, എഗ്രിമെന്റ്. പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഘട്ടനം, കൂട്ടിയിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കണക്ഷൻ, ഐ ഹാവ് എ കണക്ഷൻ വിത്ത് ദാറ്റ് മാൻ. യെസ്. അപ്പൊ കണക്ഷൻ കഴിഞ്ഞാൽ വിത്ത് വരുള്ളൂ. കണക്ഷൻ ബന്ധം. അടുത്തത് കോൺട്രാസ്റ്റ് ചുരുങ്ങുക, റെഡ്യൂസ്. കറസ്പോണ്ടൻസ് കത്തിടപാടുകൾ. ഡേറ്റ്. യെസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ആരാണ്? ഒരാളോട് വന്നേ. ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്. വൺ മോർ പേഴ്സൺ ഹു ഈസ് റെഡി? പറഞ്ഞോളൂ. പേര് പറഞ്ഞേ. റസീന. പറഞ്ഞോളൂ. ഓക്കെ, പറഞ്ഞോളൂ. വൈകി വന്നത് അല്ലേ? ഓക്കെ. ഡീലിങ്സ് വിത്ത്, ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത്, എൻകൗണ്ടർ വിത്ത്, ഫെമിലിയാരിറ്റി വിത്ത്, ഐഡന്റിഫിക്കേഷൻ വിത്ത്, ഇന്റിമസി വിത്ത്. വെരി ഗുഡ്. ഓക്കെ. ഡീലിംഗ് എന്ന് പറയാല്ലേ, ഇടപെടുക എന്നാണ്. ഡീലിംഗ് വിത്ത്. സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി. അപ്പോ ഡിസാറ്റിസ്ഫാക്ഷൻ ഓപ്പോസിറ്റ്, അസംതൃപ്തി. എൻകൗണ്ടർ ഏറ്റുമുട്ടൽ. എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ പേപ്പറിൽ പത്ത് ഒരാള്. എൻകൗണ്ടർ. ഫെമിലിയർ പരിചയം. അപ്പം അടുപ്പം, പരിചയം എന്നാണ്. ഐഡന്റിഫിക്കേഷൻ തിരിച്ചറിയൽ. അടുത്ത പേരാണ് ഇന്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം. യെസ്. ഓക്കെ. ഇന്റിമസി അടുപ്പം അല്ലെങ്കിൽ ബന്ധം. ഇനി അടുത്ത ആരാണ്? ഞാൻ വായിക്കാം. പറഞ്ഞോളൂ ആൻസി. Involvement with, link with, quarrel with, relationship with, sympathy with. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഇൻവോൾവ്മെന്റ് ഉൾക്കൊള്ളുക, ഉൾപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ലിങ്ക് കണക്ഷൻ, ബന്ധം. ലിങ്ക് താഴെ കൊടുക്കുന്നത് പറയാറില്ലേ, ലിങ്ക് കണക്ഷൻ. കോറൽ അറിയാവുന്നതാണ്, വഴക്കിടുക. കോറൽ വിത്ത് യു, കോറൽ വിത്ത് മൈ ചിൽഡ്രൻ, കോറൽ വിത്ത് മൈ ഹസ്ബൻഡ്, നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ഈസ് റിലേഷൻഷിപ്പ് മീൻസ് ബന്ധം. അടുത്തത് സിമ്പതി വിത്ത്, ദാറ്റ് ഈസ് സഹതാപം. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഹതാപം. യെസ്. അപ്പൊ ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രിപ്പോസിഷൻ ഏതെല്ലാം വെർബുകളിലും കൂടെ വരും എന്നുള്ളതാണ് നമ്മളിപ്പോ ഇവിടെ നോക്കിയത്. യെസ്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാനുള്ളത്, നമ്മൾ മുമ്പ് ഒരു ദിവസം ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 വാചകം പറഞ്ഞു. ഐ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട്, എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 5 ഐറ്റംസ് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം നമ്മൾ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് എ കാർ, ഐ ഡോണ്ട് ഹാവ് എ ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് ഐ ഡോണ്ട് ഹാവ് ഗോൾഡ് ഓർണമെന്റ്സ്, അങ്ങനെ നമ്മൾ കുറച്ച് ഐ ഡോണ്ട് ഹാവ് പറഞ്ഞു.
അതിന്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അതാണ് ഐ ഹാഡ്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, നല്ലൊരു ഒരു ഓർമ്മ. ശരിയല്ലേ? അതെ സർ, പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഓക്കെ അങ്ങോട്ട് വരും. ഐ ഹാഡ്. ഹാഡ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? ഉണ്ടായിരുന്നു എന്നാണ്. ഹാസും ഹാവും ഉണ്ട്. അതിന്റെ പാസ്റ്റൻസ് ആണ് ഹാഡ്, ഉണ്ടായിരുന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിളും ഹാഡ് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മള് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല എന്ന സംഗതിയിൽ നമ്മൾ ഹാഡ് എന്നുള്ള സംഗതി ഉപയോഗിക്കും. നമുക്ക് വേണമെങ്കിൽ പറയാം മൈ ഫാദർ ഹാഡ് എ കൗ. എന്റെ അച്ഛന് ഒരു പശു ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താ പറയാം? നേരത്തെ ഉണ്ട്, ഇപ്പൊ ഇല്ലാത്തത്. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതുമായ സംഗതികൾ നിങ്ങൾ 5 എണ്ണം കണ്ടുപിടിക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾക്കാവാം, നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനോ ആവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം മൈ ഫാമിലി ഹാഡ് ലോട്ട് ഓഫ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ്. എന്റെ കുടുംബത്തിന് ധാരാളം ഭൂമി ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലാത്തർത്ഥം. അപ്പൊ നമുക്ക് ഐ ഹാഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. എനിക്ക് എന്തുണ്ടായിരുന്നു? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഹാഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതുമായ ഒരു 5 ഐറ്റം നിങ്ങൾ കണ്ടുപിടിക്കുക. നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന 5 ഐറ്റം. യെസ്, 5 ഐറ്റം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടാണോ എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേണമെങ്കിൽ എടുത്തോ. ഒരു 5 ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാഡ് ലോങ് ഹെയർ. എനിക്ക് നീണ്ട മുടി ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്കില്ല. Sir, please. എന്താ പറഞ്ഞ ജിൻസി? ഞാനും എഴുതിയത് ആദ്യം തന്നെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഡിലീറ്റ് ആയി പോയി. വേറെ കണ്ടുപിടിച്ചോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനി ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ അപ്പൊ ഞാൻ പറയുമ്പോ അത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നർമ്മിതക്കും ജിഷയ്ക്കും ജിൻസിക്കും അത് പറയാനുള്ള ഇത് കൊടുക്കുക. കാരണം അവർ എഴുതി വെച്ചതല്ലേ, അവർ 3 പേരും പറയുകയും ചെയ്തല്ലേ ഞങ്ങൾ റെഡിയാക്കി വെച്ചതാണ്. യെസ്, അപ്പൊ അതുകൊണ്ട് അത് റെഡിയാക്കി വെച്ചോ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ നിങ്ങളുടെ ഫ്രണ്ടിനോ അത് അതൊക്കെ വിളിച്ചു. ഹാഡ് വന്നു, ഇപ്പൊ ഇല്ല പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. നമ്മൾ അപ്പൊ ഹാഡ് അങ്ങോട്ട് ഉറപ്പിച്ചു, ഹാഡിന്റെ ഉപയോഗം നമ്മളങ്ങോട്ട് ഉറപ്പിച്ചു. അപ്പൊ നർമ്മിത പറഞ്ഞോളൂ. സർ ഞാൻ പറയണോ ആദ്യം? ഓക്കെ സർ, പറയാം. ഞാൻ പറയട്ടെ സാറേ? എന്നാ ജിഷയ്ക്ക് കൊടുക്കാം. നർമ്മിത, കാരണം ജിഷയ്ക്ക് കസ്റ്റമർ പണിയാണ്. ഓക്കെ, I had a beautiful childhood days. വെരി ഗുഡ്, നല്ല വാചകം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ഉണ്ട്. ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്. എനിക്ക് നല്ലൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. I had a yellow color frock. Yes, okay. Okay. My father had a petrol jeep. Yes. I had a golden watch. Yes. I had a college life. I had a college life. അപ്പൊ നമുക്ക് അവിടെ കോളേജ് ലൈഫിൽ വേണമെങ്കിൽ ഒരു വേറൊരു കോളേജ് ലൈഫിലൊന്ന് ഒന്ന് എൻലൈറ്റ് ചെയ്യാം. മറക്കാൻ പറ്റാതെ അൺഫോർഗെറ്റബിൾ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടോ. ഞാൻ എന്റെ മനസ്സിൽ കണ്ട പോലെ നല്ല നല്ല വാക്ക്. ഓക്കെ, ഐ വിൽ കം ടു യു. നല്ല നല്ല വാക്ക്, നല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പലതുണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞില്ലേ ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്. സത്യം സാറേ, ഒരിക്കലും തിരിച്ചു കിട്ടത്തേ ഇല്ല. ഓക്കെ, ഈ സമയം മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ കിട്ടില്ല. മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ടൈം. സമയത്തിന്റെ വിലയെ കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് മുന്നോട്ട് പോവാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ,
യെസ്. അപ്പൊ ആൻസി പറഞ്ഞോളൂ. ആൻസി. അയ്യോ സാർ, ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ എല്ലാരെയും കൊണ്ട് 5 സെന്റൻസ് പറയിപ്പിക്കുമ്പോഴേ ഈ എഴുതിയവരന്നെ പിന്നെ റിപ്പീറ്റ് നമുക്കും പറയാൻ പറ്റത്തില്ല 2 or 3 സെന്റൻസ്. കാരണം ജിഷ ചേച്ചി എഴുതിയ വേറെ ആൾക്കാർ. അപ്പൊ എന്ത് ചെയ്യണം? ആരും പോകാത്ത വഴികളിലൂടെ പോകും. യെസ്. സാർ ഞാൻ പറയാം. അതിനു മുൻപേ നർമ്മിത ആരൊക്കെ റെഡി ആയിട്ടിരിക്കില്ലേ? ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആരും നിങ്ങൾ വെറൈറ്റി കണ്ടുപിടിക്കും. നിങ്ങൾ കോമൺ ആയിട്ട് പോലെ വെറൈറ്റി അതുപോലെ ഒരു ടീച്ചറിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് എന്തായാലും ഡിഫറെന്റ് ആയിരിക്കണം. അത് നിങ്ങളെ കുറിച്ച് നിങ്ങളെ പഠിക്കുന്ന കുട്ടികളെ പറയാം ആ ടീച്ചർ വേറെ ലെവലാണ്. അത് വേണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മള് കൂട്ടത്തിൽ ഒന്നായിട്ട് പോകും. ആ സ്കൂളില് 25 ടീച്ചർ ഉണ്ട്. ആ 25 ടീച്ചറിൽ ഒരാളെ ഞാൻ. അതല്ല 25. പക്ഷെ ഇന്ന ടീച്ചർ അത് വേറെ ലെവലാണ്. മുന്നേ ആ ഇറ്റ വേറെയാണ് എന്ത് പറയണം. യെസ്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളുടെ സിഗ്നേച്ചർ മാർക്ക് ചെയ്യണം. നിങ്ങളുടെ സിഗ്നേച്ചർ മാർക്ക് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കും. അത് എവിടെ ആയിരുന്നാലും ഏത് നിങ്ങളുടെ സിഗ്നേച്ചർ സംതിങ് എൻ്റെ ഡിഫറെന്റ്. യെസ്. ഓക്കെ. നർമ്മിത പറഞ്ഞു. നർമ്മിത സി. യെസ്. നർമ്മിത വരുമെന്ന് I had a cute puppy. I had a cute puppy. Very good. I had a lovely grandmother. I had a lovely grandmother. Correct. നല്ല വാചകം. Then I had a long hair. Long hair. Okay. Then I had long hair. നമുക്കറിയാം മുടി നമുക്ക് എല്ലാവരും പറ്റില്ല. അപ്പൊ വേണ്ട. I had a long hair. I had beautiful necklace. I had a beautiful necklace. Then I had a beautiful family. I had a beautiful family. Yes. Very good. Okay, Narmida. Yes. Lovely family. Yes. Okay. ആൻസർ പറയുന്നില്ലെങ്കിൽ ആൻസറിലോട്ട് പോകാം. അയ്യോ ഞാൻ പറയുന്നു സാറേ. ഓക്കെ. അതെ, ആൻസറുടെ കയ്യിൽ സ്റ്റോക്ക് അടിച്ചിട്ട് വരുന്നത്. അതാണ് ആൻസർ കഴിഞ്ഞാൽ ഞാൻ ആൻസറിലോട്ട് വരാം കേട്ടോ. ഓക്കെ. യെസ് പറഞ്ഞോളൂ. I had a blue pencil case yesterday. Yes, very good. I had a big sandwich for lunch. Yes. I had a bad feeling. Yes. I had a new book to read. Yes. I had a red balloon yesterday. Yes, very good. Yes, okay, Ansi, കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട്. Yes, Arsu, പറഞ്ഞോളൂ. I had been in Delhi. Yes. I had a collection of dried flowers. Yes. I had a small house. Yes. I had a diamond bangle. Yes. I had a beautiful trip. Beautiful? Trip. Trip. Okay. Very good. Okay. Yes. I had a beautiful trip to Bangalore, Mysore, Ooty. Okay, very good. Yes. ഞാൻ പറയട്ടെ. ആദ്യം പറഞ്ഞോളൂ. I had a good friend. Yes, I had a good friend, best friend. Okay. My daughter had a picnic yesterday. Yes, നല്ല സെന്റൻസ്. Very good. My daughter had a picnic. നിങ്ങളൊക്കെ നോക്ക്. I had a quarrel with my husband yesterday. I had a fixed deposit. I had a fixed deposit. Yes. I had a party last Sunday. Yes, I had a party last Sunday. Yes. I had a healthy weight. Yes. ഇപ്പല്ല. Yes. Okay. ഹെൽത്ത് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെയധികം വ്യാകുലരാകും. അതായത് പല പ്രശ്നങ്ങളാണ് ചോദിച്ചു. ഫിനാൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരുടെയും ഉള്ള ഒരു വൈരാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ അവര് ഒരു പക്ഷെ നമ്മളോട് കാണിച്ച ഒരു ചെറിയൊരു നന്ദിയേടായിരിക്കാം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു രോഗം വരികയാണ്. രോഗം വന്നാൽ, ഒരു കലശലായ രോഗം വന്നാൽ ബാക്കിയുള്ള എല്ലാ ടെൻഷനും അത് മറക്കുന്നുണ്ട്.
പിന്നെ നമ്മളെ ബാധിക്കുന്ന ഒറ്റ ടെൻഷനേ ഉള്ളൂ, അത് രോഗം എന്ന് പറയും. ഇതൊന്നും അറിയില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇറ്റ് ഹാസ് വെരി ഇമ്പോർട്ടൻസ്. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തേക്കണം, ആരോഗ്യം നോക്കുക. അത് നോക്കിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അതെപ്പോഴും ചെറിയ കാര്യമാണ്. ചെറിയ കുട്ടികളുണ്ട്, ഇതൊക്കെ മാറ്റി വെക്കരുത്. കാരണം അതില്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞത് മനസ്സിലാവില്ല, പിന്നീട് നിൽക്കാൻ മനസ്സിലാവും. വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. നമ്മുടെ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ഒരു കുറവുകൾ നമുക്ക് ഓടിയെത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചെക്കപ്പ് ഒക്കെ നടക്കും. ഇത് ലെവലാക്കി വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് ഹെൽത്ത് ഈസ് വെൽത്ത്, കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എന്ന ഒരു ഭയങ്കരമായ വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഈ വിശ്വാസം പണ്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോ ഐ ആം സ്പീക്കിംഗ് ടു യു ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യണം. കാശ് പണിയും പോട്ടെ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡോണ്ട് വറി, അതൊക്കെ നമുക്ക് റെഡി ആക്കിയെടുക്കാം. യെസ്, ആരോഗ്യമുണ്ടെങ്കിൽ അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റെഡി ആക്കിയെടുക്കാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ആരതി. ദെൻ ജയമോളെ പറഞ്ഞോളൂ. I had a small makeup box. Yes, I had a small makeup box. അല്ലേ? I had grandparents. I had grandparents. Very good. I had a beautiful bag. Yes. I had a cute doll. Yes. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾ. അത്രേ ഉള്ളൂ. ഇംഗ്ലീഷിലാക്കാം. ഇനി പറയുന്നു ദാറ്റ് ഈസ് ഓൾ. അത്രേ ഉള്ളൂ. കണ്ടാ, അത് അത്രയും കഥകളും മലയാളത്തിലൂടെ ആക്കണ്ട. നല്ല പാന്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് വണ്ടി ചെടിപ്പിട്ട് പോലെ അത് വേണ്ട. അവിടെ നോക്കുമ്പോൾ അത് ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് ഓൾ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ആൻസി ജയമോൾ, വെരി ഗുഡ്, വെരി ഗുഡ്. സുധി എം വി. I had a many dreams. Yes, I had a വേണ്ടപ്പോ എന്ന് പറയുമ്പോൾ ഒരുന്നായിപ്പോ ഐ ഹാഡ് മെനി ഡ്രീംസ്. ഓക്കെ, നല്ല ഭാഷ കൊണ്ട് പറഞ്ഞത് എന്താണ്? ഐ ഹാഡ് മെനി ഡ്രീംസ്. എനിക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ടായിട്ടാ. നിങ്ങളുടെ ഭാവനയുള്ളവരാണ് വെറൈറ്റി പിടിക്കണം പോണത് ഇഷ്ടപ്പെട്ടത്. യെസ്, ഐ ഹാഡ് മെനി ഡ്രീംസ്. പേടിക്കേണ്ട ശ്രുതി, സ്വപ്നങ്ങളൊക്കെ പോവാടി. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, കണ്ടിന്യൂ. I had a lot of money. I had a lot of money. Yes. I had a good time yesterday. Yes. I had a meeting yesterday. I had a meeting yesterday. Correct. അത്രേ ഉള്ളൂ. Yes, very good, very good. അവിടെ വന്നിട്ട് അത്രേ ഉള്ളൂ. That is all. എന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ? ഓക്കെ ഓക്കെ, ഞാൻ വരുന്നു. ഓക്കെ, റസീന പറഞ്ഞോളൂ. റസീന പറഞ്ഞോളൂ. I had a beautiful pen. I had a beautiful pen. Yes. I had a red bicycle as a kid. Yes, I had a red bicycle. I had many toys as a child. Yes, I had many toys. Very good. I had a diary where I wrote daily. Yes, very good, very good, very good. I had a pet cat in last year. Yes. അത്രേ ഉള്ളൂ സർ. അത്രേ ഉള്ളൂ. റസീന, അത്രേ ഉള്ളൂ എന്നല്ല. That's all. That is all. Okay, 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 okay. Very good, very good. That is all. Very good. അങ്ങനെ പറയാം. യെസ്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് എന്തെങ്കിലും പറയാം. ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു എക്സ്പാൻഷൻ ആൻഡ് കൺക്ലൂഷൻ. അല്ലേ? അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കുഴപ്പമില്ല, എക്സ്പാൻഡ് ചെയ്ത് ഒരു ചെറിയ ഉദാഹരണം, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, അതിനെക്കുറിച്ച് വിശദീകരണം കൊടുത്തു, ഒരു കൺക്ലൂഷൻ കൊടുത്തു. അപ്പോഴാണ് അത് പൂർത്തിയാവുന്നത്. പറയുമ്പോൾ ഇത് പറഞ്ഞ പോലെ ലാസ്റ്റ് കൊണ്ടത് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ്. കോടതിയിലൊക്കെ കേസ് വാദിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പറയല്ലേ, അത്രേ ഉള്ളൂ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാണ്? സവിത പറഞ്ഞോളൂ. സവിത പറഞ്ഞോളൂ. I had a lot of variety plants.
I had a lot of വെറൈറ്റി എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്തമാണ്. യെസ്, I had a variety of plants. Okay. I had a beautiful green color chudidar. Yes, oh, very good. അവിടെ ഒരു യെല്ലോ ഫ്രോക്ക് ഉണ്ടായിരുന്നു, ഗ്രീൻ കളർ ചുരിദാർ. വെരി ഗുഡ്. I had a beautiful school days. Yes, school days. I had a lot of books in school time. Yes. I had a good neighbor. I had a, oh, I don't know. I had a good neighbor. Yes, very good, very good, very good. Then, That's ജിൻസി പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല സാർ, എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു. കോയമ്പത്തൂരിനോട് പിടിക്കൂ. യെസ്, ഓക്കെ. I had many friends in my school time. Very good. I had many friends. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. യെസ്, ഓക്കെ. I had a beautiful garden in my old house. Yes, I had a beautiful garden house. I had a healthy body. I had a healthy body. Yes. I had a peaceful life. I had a peaceful life. I had a collection of bangles. I had a collection. Variety ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. Yes, okay, okay. No problem. എത്ര പ്രാവശ്യം ഒരു പക്ഷേ ജിൻസി വെട്ടി എഴുതി കാണുമല്ലേ? പറഞ്ഞപ്പോ മാറ്റി എഴുതിയുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ആ ലോങ് ഹെയർ മുതൽ ഞാൻ 2 പേജ് എഴുതി സാർ, എല്ലാവരും പറഞ്ഞു. യെസ്, അപ്പൊ അത് കൊണ്ടുപോണത്. അപ്പൊ സംഗതി പഠിച്ചില്ലേ? ഹാഡും അതിന്റെ സംഗതി. ഈ തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയുന്നൊരു ഇതുണ്ട്. പുള്ളിയാണല്ലോ ബൾബ് കണ്ടുപിടിച്ചത്. അപ്പൊ ഏതാണ്ട് 2000 ചിലോളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് പുള്ളി അത് അങ്ങോട്ട് എത്തിയത് പുള്ളി. അപ്പോ ഒരു 76 പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളി അതിന് പരാജയപ്പെട്ട് വീണ്ടും ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ കൂടെ ജോലി ചെയ്ത അസിസ്റ്റന്റുകൾ പുള്ളിയോട് പറഞ്ഞു, സാറേ ഇനി നമുക്കിത് വേണം. ഇപ്പൊ 76 പ്രാവശ്യത്തോടെ നമ്മൾ പല പല പരീക്ഷണങ്ങൾ നടത്തിയിട്ട് എല്ലാം നമ്മൾ പോയിട്ടില്ലേ, എല്ലാവരും അവിടെയൊക്കെ നമുക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. അപ്പൊ ഇനിയും ഇതായിട്ട് മുന്നോട്ട് പോകണം എന്ന് ചോദിച്ചു. അതിന് എഡിസൺ പറഞ്ഞൊരു മറുപടിയാണ്, ആ 76 പ്രാവശ്യവും നമ്മൾ തോറ്റുപോയി എന്ന് ആരാ പറഞ്ഞു? ആ 76 പ്രാവശ്യവും നമ്മൾ തോറ്റുപോയല്ല, ആ ഉപയോഗിച്ച സാധനം ബൾബ് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. യെസ്, അപ്പോ അത് തോറ്റതല്ല നമ്മള്. അപ്പൊ അത്തരം സാധനങ്ങൾ പറ്റില്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളിത് എഴുതി വെച്ചു. അപ്പൊ അത് പരാജയമല്ല, വേറെ ആഗ്രഹം. അപ്പൊ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കും. യെസ്, വെരി ഗുഡ്. ധന്യ വിനോദ്. ഞാൻ എഴുതിയതിന് എല്ലാവരും പറഞ്ഞു. ഞാൻ പറയാം. I had love birds. I had a old brother. I had a beautiful garden. I had a lovely cat. I had a long hair. I had a grandparents. Yes. Okay. ധന്യ എഴുതി വെച്ചത് മറ്റുള്ളവർ പറഞ്ഞതിനുള്ള നിരാശ ധന്യയുടെ വാക്കുകളുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. യെസ്, അല്ലൂസേ. യെസ് സർ. യെസ് സർ. ആലപ്പുഴയിലുള്ളവർക്കൊക്കെ സുഖമാണോ? അതെ. യെസ്, എന്നായി ഹാഡ് വെച്ച് പറഞ്ഞോ. I had a lot of friends. Yes. I had a laptop. Yes. I had a helpful neighbors. Yes. I had a variety mind. Yes. I had a little secret. Yes. I had childish character. Yes. Very good, very good, very good. Okay. Oh, late ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞല്ലോ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി. അപ്പൊ ഈ 3 വേർഡുകൾ നിങ്ങൾ മറക്കാതിരിക്കുക. ഐ ഹാവ്, ഐ ഡോണ്ട് ഹാവ്, ഐ ഹാഡ്. യെസ്, ഈ ഹാഡ് എന്ന് പറയുന്ന വേർഡിന് വേറെയും ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് എന്നിവിടെ പറഞ്ഞിട്ടില്ല. അത് 2 പാസ്റ്റ് ഇൻസിഡന്റ് വരുമ്പോ എങ്ങനെ സൂചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലേ? ഇല്ല സാർ, അത് പറഞ്ഞില്ല. അത് പറഞ്ഞിട്ടില്ല അല്ലെ? യെസ്, ഹാഡ് എന്ന് പറയുന്ന വേർഡ് 2 പാസ്റ്റ് ഇൻസിഡന്റ് വരുമ്പോ ഹാഡ് എന്ന് പറയുന്ന വേർഡ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റും ഹാഡും പിന്നെ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ.
അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. യെസ്, ഞാൻ പറഞ്ഞതായിരുന്നു എൻ്റെ ഒരു ഓർമ്മയുണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ പറയാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരാൾ സ്നേഹിക്കുന്നു, വേറെ ആളെ വിവാഹം കഴിക്കുന്നു, അങ്ങനെ കാര്യം ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞില്ലേ? ഇല്ലായിരിക്കും അല്ലേ? എന്നാ പോട്ടെ, പറഞ്ഞതാണ്. അവിടെ നമ്മൾ ഈ ഹാഡ് പറഞ്ഞതാണ്. യെസ്, അപ്പോ രണ്ട് പാസ്റ്റ് ഇൻസിഡന്റ് വരുമ്പോ അതില് ആദ്യം നടന്ന സംഭവം ഏതാണോ അത് പാസ്റ്റ് പെർഫെക്റ്റിലും, രണ്ടാമത് നടന്ന സംഭവം നമ്മൾ എന്ത് പറയുന്നു? സിമ്പിൾ പാസ്റ്റ് പറയും. ഇപ്പോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണോ ട്രെയിൻ പോയതാണോ ആദ്യം നടന്ന സംഭവം? ആദ്യം നടന്നത് ട്രെയിൻ പോയ സംഭവമല്ലേ? അത് ഹാഡ് വെച്ച് പറയണം. അപ്പൊ എങ്ങനെ പറയും? ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അല്ലെങ്കിൽ വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഹാഡ് എന്നുള്ള സംഗതി ഉപയോഗിക്കാറുണ്ട്. അവിടെ ഹാഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെർബാണ് വരുന്നത്. അതിനൊരു പാസ്റ്റ് പഠിച്ചു മൂന്നാമത്തെ പോ. പക്ഷെ ഇവിടെ നമ്മൾ ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചത് മുഴുവൻ എന്താണ്? ഒരു നൗണാണ്. ഐ ഹാഡ് ലോങ് ഹെയർ, ഐ ഹാഡ് ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്, ഐ ഹാഡ് ഗുഡ് നെയ്ബർ. പിന്നെ ഒരു പേരാണ് നമ്മൾ ഉപയോഗിച്ചത്. യെസ്, അതാണ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. യെസ്, അപ്പൊ ഇനി നമുക്കൊരു 13 മിനിറ്റ് കൂടി കാണും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച് നിർത്തിയതിന്റെ 2-3 ചോദ്യങ്ങൾ കൂടി നിങ്ങളോട് ഞാൻ ചോദിക്കാം. യെസ്, അപ്പൊ ഇന്നലെ നമുക്കൊരു ക്ലാസ് വീഡിയോ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിൽ എന്തുകൊണ്ടും ബാലൻസ് നോക്കുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചേക്കാം. 13 മിനിറ്റിലുള്ളൂ. യെസ്, അപ്പോ നമ്മൾ പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്നും സെക്കൻഡ് ലെറ്റർ എം എന്നും വരണം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ചോദിച്ച ചോദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സംതിങ് സീരിയസ് ആൻഡ് ടു ആക്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ നിങ്ങൾ എമർജൻസി ആൻസർ പറഞ്ഞു. അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അടുത്ത ചോദ്യം ചോദിക്കാം. ഞാൻ ഇംഗ്ലീഷിൽ മീനിങ് പറയാം, ആൻസർ പറയാം. ഇയും എമ്മും വരണം. ടൈപ്പ് ചെയ്താൽ വരും. അതാണ് എനിക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. യെസ്, നർമ്മിത ഒന്ന് ശ്രദ്ധിച്ചോളാം ആരൊക്കെയാണ് വന്നത്. ആദ്യത്തെ 3 പേര്. ചോദ്യം ഇതാണ്: ടു accept ACCEPT or adopt ADOPT, adopt a cause or belief, BELIEF. To accept or adopt a cause or belief. അത് മീനിങ് ആണ് പറഞ്ഞത്. എൻ്റെ 1 word ഉണ്ട്. To accept 80 അല്ല, വേറെ വീട്. അതല്ല റസീന. അപ്പൊ അതിനകത്ത് ഇയും എമ്മും വന്നില്ലല്ലോ. ഇയും എമ്മും വന്നു റസീന. ഇയും ഇമോഷൻ ആണ്. ഇന്നലെ ഒന്നും കൂടി ഒന്ന് മയപ്പെടുത്ത്. To accept or adopt a cause or belief. Yes. അപ്പോ ഉത്തരം വരാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. accept. അപ്പൊ ഇതന്നെയാണ് ശ്രദ്ധിക്ക്. ഇയിലും എമ്മിലും ആരംഭിക്കണം. എസിനെ ആരംഭിച്ചാണ് കേട്ടോ. യെസ്, എംബ്രേസ് ആണ്. EMBRACE, എംബ്രേസ്. പിന്നെ അത് ഞാനൊരു വേർഡ് പറഞ്ഞു, അഡോപ്റ്റ് എന്ന് പറഞ്ഞു. അഡോപ്റ്റ്, ADOPT, അഡോപ്റ്റ്. അഡോപ്റ്റ് എന്ന് പറഞ്ഞ് അതിനോട് മാച്ച് ചെയ്ത് വരുന്ന വേറൊരു പേര് അഡാപ്റ്റ്, ADAPT, അഡാപ്റ്റ്. ചിലപ്പോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് ചില കുട്ടികൾ പറയും ഐ ഹാവ് ഗ്രേറ്റ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയും. യെസ്, അഡോപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദത്തെടുക്കുക. അഡാപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാഹചര്യത്തിനനുസരിച്ച് മാറുക. സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻ അനുസരിച്ച് മാറുക എന്ന് പറയുന്നത് അഡാപ്റ്റ്. അപ്പൊ നമ്മൾ പറയുന്നത് എനിക്കൊരു
ജോലി കിട്ടിയ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ മാറി അത് നന്നാക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഐ ഹാവ് ദ ഗ്രേറ്റ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. യെസ്, നമ്മൾ ഒരു സ്ഥലത്ത് മാറി വേറെ സ്ഥലത്ത് വരുമ്പോൾ ആ സാഹചര്യങ്ങളോട് നമുക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് ഉണ്ടാകരുന്നുണ്ട്. യെസ്, അപ്പൊ ആദ്യത്തെ പോയിന്റ് പോയിക്കോട്ടെ. രണ്ടാമത്തെ ചോദ്യം പറയാം. എ സിംബൽ ദാറ്റ് represents something. Yes, Narbida, Ansi, Alus. അല്ല സർ, സബിത. Narbida, സബിത ആൻസി. സബിത ആൻസി അല്ലേ? സബിത ആൻസി. യെസ്, ഓക്കെ. ഇമോജി എന്നാണ്. ഇമോജി കറക്റ്റ് ആണോ? യെസ് 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 യെസ്, ഇമോജി കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. എംബ്ലം ഇമോജി നമ്മൾ കാണിക്കുന്നത് തന്നെയാണ്. കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്ത് വേണം. ഇപ്പൊ നമ്മള് വല്ല നോട്ടീസ് ഒക്കെ അടിക്കുമ്പോൾ അതിൻ്റെ എംബ്ലം എന്നാണ് പറയുന്നത്, ഇമോജി അല്ല, എംബ്ലം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത്, എ ലാർജ് Australian bird similar to an ostrich. A large Australian bird similar to an ostrich. O-S-T-R-I-C-H. ഒട്ടകപ്പക്ഷി. യെസ്, റസീന. ആരതി. റസീനയുടെ ആരതിയുടെ മടിയിൽ ആരായിരുന്നു? ആൻസി സർ. റസീന ആൻസി അല്ലേ? യെസ്, കറക്റ്റ് ആണ്. യെസ്, യമു. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. ടൈറ്റിൽ ഓഫ് എ മുസ്ലിം റൂളർ. ടൈറ്റിൽ ഓഫ് എ മുസ്ലിം റൂളർ. ഇംഗ്ലീഷ് സ്പെല്ലിംഗ് എഴുതുമ്പോൾ അതാ വരുള്ളൂ, EMH. അത് അല്ല, അത് എംപയറിന്റെ ആണ്. യെസ്, റസീന കറക്റ്റ്. റസീന, ആർസു, സുധി. റസീന. സർ നർമ്മദ. നർമ്മദ ആർസു, പിന്നെ ആരാണ്? നർമ്മിത അല്ലെ? ആ, സുധി, നർമ്മിത രണ്ടുപേരും പഠിച്ചിട്ടുണ്ട്. സുധി ആൻഡ് നർമ്മിത. യെസ്, അതിന്റെ പേര് എമിരിറ്റസ് എന്ന് പറയുന്ന പേര്, എമിരിറ്റസ്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അമീർ എന്ന് പറയും. അമീർ ഖുസ്രു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഭരണാധികാരികളൊക്കെ അവിടെ നിന്ന് വരുമ്പോ അമീർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പറയുക. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എമിർ, EMIR, എമിരിറ്റസ് എന്ന് പറയുന്നത്. അടുത്തത്, എ ഗ്രീൻ സ്റ്റോൺ. A green stone, STONE, stone. Narmida, Ansi, Sabida. Narmida, Ansi, and Sabida. Is the correct answer? The answer is emerald. Emerald crust. Emerald. Yes. Okay, then yeah, correct answer. അടുത്ത ചോദ്യം ഇതാണ്. To pay someone to work for you. To pay someone to work for you. Yes, Narmida, Ansi, Jaymon. Narmida, Ansi, Jaymon. Yes. Okay. അടുത്തത്. ഓക്കെ, എംപ്ലോയി. എംപ്ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കൊടുക്കുന്ന ആള്. ഇത് എംപ്ലോയി. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. എ വുമൺ ഹു റൂൾസ് ആൻ എംപയർ. എ വുമൺ ഹു റൂൾസ് ആൻ എംപയർ.
സർ എന്ത് സർ ഒന്നും കൂടി പറയോ? A woman who rules an empire. A woman who rules an empire. EMPIR. Yes, also Arathi Jemul. Also Arathi and Jemul. യെസ് ഓക്കെ. ചോദ്യങ്ങൾ ഇനിയുണ്ട്, പിന്നെ നമുക്ക് ചോദിക്കാം. അപ്പോ നിലവിലുള്ള അവസ്ഥ ഞാൻ പറയാം, പോയിന്റുകൾ പറയാം. ശ്രുതി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സബിത 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. റസീന 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആരതി 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആർസു 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജയ്മോൻ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, 2 പോയിന്റ് കിട്ടിയ എല്ലാവരും 2ാം സ്ഥാനത്താണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. യെസ്, 2ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. യെസ്, ആൻസി 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നർമിത 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും 1ാം സ്ഥാനത്ത് എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. സോ വി വിൽ മീറ്റ് വിത്ത് എ ന്യൂ ചാപ്റ്റർ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം. ലഘു ക്ലോസ്. Sign out ഞാനാണ്. Thank you, sir. Thank you, sir. Today's class was very engaging and entertaining, and we had learned about prepositions, and we had formed sentence with I had, and some vocabulary questions. And thank you for making our class more engaging. Thank you, sir. Okay, we will meet in the. Thank you, sir. Thank you, sir. Thank you, sir. Okay.